السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഞായറാഴ്ച അഹമ്മദിയ ജമാഅത്ത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ 3 ദിവസത്തെ ജൽസ സാലാന ദൈവാനുഗ്രഹങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് പരിസമാപ്തി കുറിക്കുകയുണ്ടായി. ജൽസയുടെ തയ്യാറെടുപ്പുകൾക്ക് മാസങ്ങൾ എടുക്കുന്നു. മറിച്ച് ആ വർഷത്തെ ജലസയ്ക്ക് ശേഷം തന്നെ അടുത്ത ജലസക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയായി. ജലസയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തയ്യാറെടുപ്പുകൾ അതിൻ്റെ തീവ്രഗതി പ്രാപിക്കുന്നു. എന്നാൽ ജലസയ്ക്ക് 1-2 ആഴ്ച മുമ്പാകട്ടെ അത് അങ്ങേയറ്റം വർദ്ധിക്കുകയും ചെയ്യുന്നു. ജലസയുടെ ദിവസങ്ങളിലാകട്ടെ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരും ജീവനക്കാരും സ്ത്രീ പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലെ വൃദ്ധന്മാരും കുട്ടികളും ഒക്കെ തന്നെ യുവാക്കളും ഒക്കെ തന്നെ തങ്ങളുടെ സർവ്വ കഴിവുകളോടും കൂടി എല്ലാതരം ആത്മാർത്ഥതയോടും കൂടി സദാ സേവന നിരതരായി മാറുന്നു. അവർ അഹമ്മദികളായ അതിഥികൾക്ക് മാത്രമല്ല സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, മറിച്ച് ജലസയിലേക്ക് വരുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനഹമ്മദികൾക്കും അമുസ്ലിങ്ങൾക്കും അങ്ങനെ എല്ലാ അതിഥികൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അതോടൊപ്പം ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു നിശബ്ദ തബ്ലീഗ് ചെയ്യുകയുമാണ് അവർ ചെയ്യുന്നത്. അതിനാൽ ഈ നിലയിൽ ജൽസയുടെ എല്ലാ വകുപ്പുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവപ്രവർത്തകരും കൃതജ്ഞത അർഹിക്കുന്നവരാണ്, നന്ദി അർഹിക്കുന്നവരാണ്. അള്ളാഹു അവരുടെയൊക്കെ സേവനങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രതിഫലം തന്നെ നൽകുമാറാകട്ടെ. അതുപോലെ ജലസയിൽ സന്നിഹിതരായി സേവനം ചെയ്യുന്ന പ്രവർത്തകരല്ലാത്ത, നേരിട്ട് സേവനം ചെയ്യാത്ത MTA പ്രവർത്തകരുമുണ്ട്. പുറത്തുള്ള MTA പ്രവർത്തകർ, അതിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്നു. വോളണ്ടിയർ ഒരുപാടുണ്ട്. അവരും നന്ദി അർഹിക്കുന്നവരാണ്. അവർ ജൽസയുടെ പരിപാടികളെ ലോകത്തിൻ്റെ നാനാ കോണുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി വളരെ മികച്ച നിലയിൽ പൂർണ്ണമായ പരിശ്രമം നടത്തുകയുണ്ടായി. ഇതും തബ്ലീഗിൻ്റെ മതപ്രചരണത്തിൻ്റെ വലിയൊരു മാർഗമാണ്. അതുപോലെ പ്രസ് ആൻഡ് മീഡിയയും വാർത്തകൾ എത്തിക്കുന്നതിൽ അവരുടെ ഭാഗധേയം നല്ല നിലയിൽ നിർവഹിക്കുകയുണ്ടായി. അതിൽ കേന്ദ്ര പ്രസ്സും ഉൾപ്പെടുന്നു, UK പ്രസ്സും ഉൾപ്പെടുന്നു. കോടിക്കണക്കിന് ആളുകളിലേക്ക് അങ്ങനെ സന്ദേശം എത്തുകയുണ്ടായി. അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉൾപ്പെടുന്നു. അതുപോലെ എല്ലാ വർഷത്തെയും പോലെ ഇവിടെ പ്രവർത്തകരെ സഹായിക്കുന്നതിനായി ഈ വർഷവും ഖുദാമുൽ അഹമ്മദിയ കാനഡയുടെ ധാരാളം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ജൽസയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പണിയിലാണ്. ജൽസ വൈൻഡപ്പ് പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനായി ഇപ്പോൾ ഓസ്ട്രേലിയക്കാരുടെയും ടീമുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ വളരെ മികച്ച രീതിയിലാണ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും നന്ദി അർഹിക്കുന്നവരാണ്. അള്ളാഹു അവർക്കും തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. ഏതായാലും
അന്യരുടെ മേലുണ്ടാകുന്ന ഈ പ്രവർത്തകരുടെ സ്വാധീന ഫലമായി അഹമ്മദിയ ജമാഅത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും യഥാർത്ഥ ചിത്രം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. അതുവഴി അവർ അങ്ങേയറ്റം സ്വാധീനിക്കപ്പെടുന്നു. ഒട്ടനവധി അഭിപ്രായ നിർദ്ദേശങ്ങൾ അവർ എനിക്ക് എഴുതി അയക്കാറുണ്ട്, നന്ദിയും പ്രകടിപ്പിക്കാറുണ്ട്. ചില അഭിപ്രായങ്ങൾ ഇവിടെ ഞാൻ ഈ അവസരത്തിൽ അവതരിപ്പിക്കുന്നതാണ്. ഏതാനും ചിലത് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അവയും ഒരുപക്ഷെ മുഴുവനായും കേൾപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും കുറച്ചെണ്ണം എന്തായാലും അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ ഞാൻ സ്വയവും സ്ത്രീ പുരുഷന്മാരായ എല്ലാ പ്രവർത്തകർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. അവർ നിസ്വാർത്ഥമായ സേവനം ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ അവരും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിൻ്റെ അതിഥികളുടെ സേവനം ചെയ്യുന്നതിന് അള്ളാഹു പ്രസ്തുത എല്ലാ പ്രവർത്തകർക്കും തൗഫീക്ക് നൽകിയതിന് അവരും അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം. അതുപോലെ ഈ ജനങ്ങളുടെ നന്ദി പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ കൂടുതൽ വിനീത വിധേയരായി മാറേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ കുനിയേണ്ടതുണ്ട്. അവനോട് കൂടുതൽ കൃതജ്ഞതയുള്ളവരായി തീരേണ്ടതുണ്ട്. അള്ളാഹു അതിനും നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ചില അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതികരണങ്ങളും ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ആദ്യത്തേത് ഗാംബിയയുടെ വാർത്താവിനിമയ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ മന്ത്രിയായ ലാമിൻ ജബി സാഹിബിൻ്റെതാണ്. അദ്ദേഹം പറയുന്നു, ജൽസ സാലാന കണ്ടുകൊണ്ട് ഞാൻ ഒരു അഗാധമായ യാഥാർത്ഥ്യത്തിൽ അത്ഭുതപ്പെട്ട് നിശ്ചലനായിപ്പോയി. ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. ഇതൊരു വലിയ ആഗോള സമ്മേളനമാണ്. അത് നിസ്വാർത്ഥ സേവനങ്ങളുടെയും നിശബ്ദവും സ്ഥിരചിത്തവുമായ ത്യാഗത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. ഇത്രയും വിപുലമായ തോതിലുള്ള ഈ സമ്മേളനം കാദിയാനിൽ വെറും 75 ആളുകളിൽ നിന്നാണ് ആരംഭിച്ചതെന്നും ഇന്ന് സംഘടനാപരമായ നിലയിൽ ഇത് ഒരു അത്ഭുതകരമായ മാസ്റ്റർ പീസായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്നും അറിയുമ്പോൾ മനസ്സ് വളരെ അഗാധതയിൽ സ്വാധീനിക്കപ്പെടുന്നു. സാറ്റലൈറ്റ് വഴി ലോകത്തിലെ 200 രാജ്യങ്ങളിൽ ഇത് സംപ്രേഷണം ചെയ്യുന്നു. ഇതിൻ്റെ സംഘാടനത്തിന് യാതൊരു പോലീസിൻ്റെയും ആവശ്യമില്ല എന്നതാണ് എന്നെ അത്ഭുതപരതനാക്കുന്നത്. ആർക്കും ഭൗതികമായ ഒരു അത്യാഗ്രഹമോ നേട്ടങ്ങളുടെ ചിന്തയുമില്ല. കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ, ഡോക്ടർമാർ, യുവജനങ്ങൾ എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ ലൗകികമായ പദവികൾ, ഭൗതികമായ സ്റ്റാറ്റസ് ഒരു വശത്ത് മാറ്റിവെച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരായി തറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, തീയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രാഫിക്കിന് വഴി കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചപ്പോൾ വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഈ ആവേശഭരിതമായ ജനക്കൂട്ടം പെട്ടെന്ന് പൂർണ്ണമായും മൗനം ദീക്ഷിച്ചു. ഒരു സൂചി വീഴുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ കാഴ്ച എനിക്ക് കൂട്ടായ അച്ചടക്കത്തിൻ്റെയും ആത്മീയ ബന്ധത്തിൻ്റെയും ജീവനുള്ള അനുഭൂതി എനിക്ക് പ്രദാനം ചെയ്തു. അത് ഇന്നത്തെ ഭൗതിക ലോകത്തിൽ പ്രായോഗികമായി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു, കണ്ണിയേറ്റു പോയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ആൽമി ബയ്യത്ത് അഥവാ ആഗോള ബയ്യത്തിൽ ഒരു കണ്ണീരണിഞ്ഞ മനുഷ്യച്ചങ്ങല മുഖേന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഇമാമുമായി ബന്ധിക്കപ്പെടുന്ന ദൃശ്യം കാണാൻ സാധിച്ചു. ഗദ്ഗത കണ്ടരായിക്കൊണ്ട് ആളുകൾ മനുഷ്യച്ചങ്ങളുടെ രൂപത്തിൽ ഖലീഫയുടെ കൈകളിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നതായി കണ്ടു. ഈ സവിശേഷമായ ബാന്ധവം എനിക്ക് അവിശ്വസനീയമായി തോന്നി. ഇതെല്ലാം എന്നിൽ ഉളവാക്കിയ സ്ഥായിയായ പ്രഭാവം ഇതാണ്. ജമാഅത്തിൻ്റെ മഹത്തായ ആഗോള സ്വാധീനം ഏതെങ്കിലും ഭൗതിക ധനത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയോ ഫലമല്ല, മറിച്ച് പൂർണ്ണമായും തഖ്വയുടെയും ദൈവഭയഭക്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു യഥാർത്ഥ പ്രായോഗിക സന്ദേശവുമായുള്ള ബന്ധത്തിൻ്റെ ഫലമാണ്. നൈജീരിയയിൽ നിന്നും ഒരു സ്റ്റേറ്റിൻ്റെ ഏതാണ്ട് പകുതി സ്റ്റേറ്റിൻ്റെ രാജാവാണ് അദ്ദേഹം. പകുതി സ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണുള്ളത്. കൂബ കഹിൻഡെവുലെ ബാഡിയവുലെ എന്നാണ് പേര്. അദ്ദേഹം പറയുന്നു, ഞാൻ ജൽസ സാലാന UK പങ്കെടുക്കുന്നതിനായി പുറപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു മഹത്തായ സംഘടിതവും ആത്മീയവുമായ സമ്മേളനത്തിൻ്റെ
ഭാഗമാകാൻ പോവുകയാണെന്ന് എനിക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ അസാധാരണമായ അച്ചടക്കവും സാഹോദര്യവും സൃഷ്ടി സേവനത്തിൻ്റെ പ്രായോഗിക മാതൃകയും കാണുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശീയതകളിൽ നിന്നുമുള്ള വ്യക്തികളെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധത്തിൽ കെട്ടുപിണഞ്ഞവരായി കണ്ടെത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അതിഥികൾ വളരെ ആത്മാർത്ഥമായ രീതിയിൽ സൽക്കരിക്കപ്പെടുകയും ചെയ്തു. അത് എക്കാലത്തും ഞങ്ങളുടെ ഓർമ്മകളുടെ ഭാഗമായിരിക്കും. അദ്ദേഹം പറയുന്നു, ഇവിടെ എനിക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചു. എന്നാൽ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം ജമാഅത്തിൻ്റെ ഇമാമുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുമായിരുന്നു. അവ കേട്ടുകൊണ്ട് എനിക്ക് വലിയ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും അഹമ്മദിയ ജമാഅത്തിൻ്റെ ആഗോള പുരോഗതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേൾക്കാനും സാധിച്ചു. ഇതും എന്നെ വളരെ അമ്പരപ്പെടുത്തിയ കാര്യമായിരുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മുദ്രാവാക്യം ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അഹമ്മദിയ ജമാഅത്തിൻ്റെ പ്രായോഗികമായ തിരിച്ചറിയൽ രേഖയാണ്, പ്രാക്ടിക്കൽ ഐഡൻറ്റിറ്റിയാണ്. ലോകം ഈ സ്നേഹത്തിൻ്റെ, വികാരത്തിൻ്റെയും സഹിഷ്ണുതയെയും മനുഷ്യത്വത്തോടുള്ള ആദരവിനെയും സ്വീകരിക്കുകയാണെങ്കിൽ, ലോകം ഇതുപോലെ ആയിത്തീരുകയാണെങ്കിൽ നിസ്സംശയം ലോകം സമാധാനത്തിൻ്റെ വിളനിലമായി മാറുന്നതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ലൈവായിട്ട് സംപ്രേഷണം ചെയ്ത് കൊണ്ടിരുന്ന പ്രോഗ്രാമുകളും എന്നെ വലിയ അത്ഭുതത്തിലാഴ്ത്തി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇതേ വികാരങ്ങൾ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ പറയുന്നു, സ്ത്രീകൾക്കായി ചെയ്ത മാതൃകാപരമായ സംവിധാനങ്ങളും അവരോടുള്ള ആദരവും അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും അന്തസ്സാർന്ന ചുറ്റുപാടും കണ്ടുകൊണ്ട് എനിക്ക് അത്യധികം അത്ഭുതം തോന്നി. ആയിരക്കണക്കിന് സ്ത്രീകൾ വളരെ സംഘടിതമായ രീതിയിൽ വന്നു പോകുന്നതും പൂർണ്ണമായ അഭിമാനത്തോടെ അന്തസ്സോടുകൂടി ജൽസയിൽ പങ്കെടുക്കുന്നതും കണ്ടുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള എൻ്റെ പല ധാരണകൾക്കും മാറ്റമുണ്ടായി. അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അനുസൃതമായി സ്ത്രീകളുടെ ബഹുമാനത്തെയും അവരുടെ അവകാശങ്ങളെയും പ്രായോഗിക രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സിനഗാലിൽ നിന്നുമുള്ള ഒരു അതിഥി ഉണ്ടായിരുന്നു. സെന്റ് ലൂയിസിന്റെ മുൻ ഗവർണർ അലിയുൻ ബദ്ര സാം സാഹിബ്. അദ്ദേഹം പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ഹഠാത് ആകർഷിച്ചത് ഇതിൻ്റെ സംഘടനാ മികവായിരുന്നു. പങ്കെടുത്തവരുടെ വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നിട്ടും ജലസയുടെ ക്രമീകരണങ്ങൾ അത്യധികം മികവോടെയും കൃത്യതയോടെയുമാണ് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. വന്നു പോകുന്നതിനുള്ള, ജലസയിൽ പങ്കെടുക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ സംവിധാനവും മികച്ചതായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ സൽസ്വഭാവികളായിരുന്നു. എപ്പോഴും അവർ സേവനത്തിന് സന്നദ്ധരായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും സശ്രദ്ധം കേൾക്കുകയുണ്ടായി. നോക്കൂ, ഇപ്പോൾ അന്യരായ ആളുകൾ പോലും വെറുതെ പ്രഭാഷണങ്ങളിൽ വന്ന് ഇരിക്കുക മാത്രമല്ല, മറിച്ച് ഞങ്ങൾ സശ്രദ്ധം അവധാനതയോടെ കേട്ടു എന്ന് അവർ ഏറ്റുപറയുന്നു. വിവിധ ഭാഷകളുടെ സംവിധാനം വളരെ മികച്ചതായിരുന്നു. തൽഫലമായി എല്ലാ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും വളരെ നന്നായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു, തർജ്ജമയുടെ സംവിധാനം ഉള്ളതുകൊണ്ട്. മുഴുവൻ ജൽസയിലും ആവർത്തിച്ച് മുഴങ്ങിയ സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ റാദു ദൂത്ത സാഹിബ്, റാദു ദൂത്ത എന്നാണ് പേര്, ലക്സംബർഗിൽ അഭിഭാഷകനാണ്. അദ്ദേഹം ബാരിസ്റ്ററാണ്. അദ്ദേഹം തൻ്റെ മകനോടൊപ്പം ആദ്യമായാണ് ഇവിടെ പങ്കെടുത്തത്. അദ്ദേഹം പറയുന്നു, ജലസയുടെ 3 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായി മാറിയിരിക്കുന്നു. മറ്റെല്ലാ ദിവസങ്ങളെക്കാളും സുപ്രധാനമായി മാറിയിരിക്കുന്നു. ഇത്രയും വലിയ സംഘടിതവും മാന്യവുമായ ഒരു ഇസ്ലാമിക സമ്മേളനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ ഹാജർ നിലവാരം ഉണ്ടായിരുന്നിട്ടും മുഴുവൻ ക്രമീകരണങ്ങളും സന്നദ്ധ പ്രവർത്തികളിലൂടെ വളരെ മികച്ച രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഓരോ വളണ്ടിയറും ചെറുപുഞ്ചിരിയോടെ അതിഥികളെ സേവിച്ചു കൊണ്ടിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓരോ പ്രവർത്തകനും ഓരോ അതിഥിയോടും
അവർ ഏറ്റവും പ്രധാനപ്പെട്ടവരും ആദരണീയരുമാണ് എന്ന മട്ടിൽ സ്നേഹത്തോടും ആദരവോടും കൂടി സശ്രദ്ധം പെരുമാറിക്കൊണ്ടിരുന്നു. ആഗോള ബയ്യത്തിൻ്റെ ദൃശ്യവും അതിഥികളെ വലിയ തോതിൽ സ്വാധീനിക്കാറുണ്ട്. അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നു, ആഗോള ബയ്യത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന കാഴ്ച എനിക്ക് മറക്കാനാവാത്തതായിരുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരേ ഇമാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുകയും അങ്ങേയറ്റം വിനയത്തോടുകൂടി ഗദ്ഗത കണ്ഠരായി അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടത് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ വിശ്വാസത്തെ ഉണർത്തുന്ന വിശ്വാസവർദ്ധകമായ ഒരു ആത്മീയമായ അനുഭവമായിരുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമുമായും ഖലീഫയുമായും ഞാൻ കൂടിക്കാഴ്ച നടത്തി. എനിക്ക് ആദ്യം വളരെ പരിഭ്രമമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ പരിഭ്രമവും ഇല്ലാതായി. അതുപോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം എന്നോട് തന്നെ ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അടുത്തത് ഒരു നവ അഹമ്മദിയായ എലൈജ ഗബ്രിയേൽ സാഹിബ് ആണ്. പറയുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാനൊരു ക്രിസ്തു മതസ്ഥനായിരുന്നു. ഈമാന് അഥവാ വിശ്വാസത്തിന് സംഗീതവുമായി ബന്ധമുണ്ടെന്നാണ് ഞങ്ങളെ എപ്പോഴും പഠിപ്പിച്ചിരുന്നത്. നോക്കൂ, സംഗീതം അത്യാവശ്യമാണ് എന്നുള്ളത് ഈ കാലത്ത് ലോകത്ത് വലിയൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരിക്കലും ആ രീതിയിൽ യഥാർത്ഥ ആത്മീയ സമാധാനവും ദൈവസാമീപ്യവും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മുസ്ലിമായ ശേഷവും ഞാൻ നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും തന്നെ ഗദ്ഗതനായിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ജൽസ സാലാനയിൽ ആഗോള ബയ്യത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്ക് വർണ്ണിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ആത്മീയ അവസ്ഥ സംജാതമായി. തുടർച്ചയായി ഞാൻ എൻ്റെ പാപങ്ങളിൽ ഖേദിച്ച് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നു, തോബ ചെയ്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് അനിയന്ത്രിതമായി കണ്ണുനീർ വാർന്നുകൊണ്ടിരുന്നു. ഖിലാഫത്തുമായി എനിക്കൊരു ആത്മീയ ബന്ധം സ്ഥാപിതമായി. അള്ളാഹുവുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, അതിനുശേഷം നമസ്കാരമുണ്ടായി. നമസ്കാരത്തിലും ഈ ഒരു ആത്മീയാവസ്ഥ എന്നിൽ നിലനിന്നു. അതേ അവസ്ഥയിൽ തന്നെ ഞാൻ ജൽസഗാഹിന് പുറത്തേക്ക് പോയി. ഞാൻ എൻ്റെ ചെരുപ്പുകൾ ധരിക്കാൻ മറന്നുപോയി. ആ ബോധം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതേ അവസ്ഥയിൽ ഞാൻ വാഷ്റൂമിലേക്ക് പോയി. അവിടെ നിന്നിരുന്ന ഒരു വോളണ്ടിയർ എൻ്റെ കാലുകൾ കണ്ടു. ഞാൻ നഗ്നപാതനായി കണ്ട് എനിക്ക് തൻ്റെ ചെരുപ്പ് ഊരി തന്നു. എന്നിട്ട് പറഞ്ഞു, വെറും കാലോടുകൂടി പോകരുത്, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനാൽ അദ്ദേഹം പറയുന്നു, ഈ ചെറിയ സംഭവം എൻ്റെ വിശ്വാസത്തെ കൂടുതൽ സുദൃഢമാക്കി. ദൈവത്താൽ സ്ഥാപിതമായ ഒരു ദൈവിക ജമാത്താണ് ഇതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി. കാരണം ഇവിടെ ഒരു വ്യക്തി തൻ്റെ സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കുന്നു. അതിനാൽ അഹമ്മദി സന്നദ്ധ പ്രവർത്തകരും ജീവനക്കാരും അതിഥികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി ആളുകളുടെ വിശ്വാസങ്ങളും സുദൃഢമാകുന്നുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ഒരു യരാസ്ലാവ് ഫ്രാങ്ക് എന്നൊരു പ്രൊഫസർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രൊഫസർ മാരിക് ചായ്ക സാഹിബ് ഉണ്ടായിരുന്നു. രണ്ടുപേരും പറയുന്നു, ജൽസാലാന ഞങ്ങൾക്ക് വളരെയധികം ബോധിച്ചു. ഞങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് തിരികെ പോയിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിനോടും പ്രൊഫസർമാരോടും പറയാൻ ഉള്ളത് ഞങ്ങൾക്ക് ഇതുമാത്രമാണ്: നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് ഈ ഒരു ആത്മീയ നിർഭരവും ഉദാത്തമായ ക്രമീകരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമായ ഈ മഹത്തായ സദസ്സ് അനുഭവിച്ചറിയണം എന്നാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വികാരത്താൽ ഒരിടത്ത് സമ്മേളിച്ചിരിക്കുന്നു, ഒത്തുകൂടിയിരിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം ആളുകളെ കണ്ടുമുട്ടുന്ന അനുഭവം എനിക്ക് അങ്ങേയറ്റം സന്തോഷം പകരുന്നതും സ്വാധീനമുളവാക്കുന്നതുമായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളിലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസം, ഈ അഹമ്മദി എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയാണ് ഇവരെയൊക്കെ ബന്ധിപ്പിച്ചു നിർത്തുന്നത് എന്ന് കാണുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകി. കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണത്തിന് ശേഷം ഞങ്ങൾക്ക് ഇസ്ലാമിൻ്റെയും തഖ്വയുടെയും ദൈവഭക്തിയുടെയും യഥാർത്ഥ തിരിച്ചറിവ് ലഭിച്ചു എന്ന് അവർ പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആഴത്തിലുള്ള ധാരണയും അറിവും ലഭിക്കുകയുണ്ടായി. അതുപോലെ ലോകത്തിലെ MTA വഴിയുള്ള കവറേജും അതിശയകരമായിരുന്നു എന്ന് ഇവർ പറയുന്നു.
കാസിഖ്സ്ഥാനിൽ നിന്നുള്ള സാവ്ലെ സാഹിബ ജൽസയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അവർ പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം തരുന്നതും ആഴത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്നതും ആത്മാവിനെ തൊട്ടുണർത്തുന്നതും എന്നെന്നും അവിസ്മരണീയമായി നിലനിൽക്കുന്നതുമായ സമ്മേളനമായിരുന്നു ഇത്. ജമാഅത്തിൻ്റെ ഇമാമിൻ്റെയും മറ്റ് പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങളിൽ വിശ്വാസം, ഉന്നത ധാർമ്മികത, സമാധാനം, സഹവർത്തിത്വം, പരസ്പര സഹിഷ്ണുത, കുടുംബ മൂല്യങ്ങൾ, യുവജനങ്ങളുടെ പരിശീലനം, സമൂഹത്തിൻ്റെ സേവനം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വെളിച്ചം വീശപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്കിടയിലെ സാഹോദര്യ അന്തരീക്ഷവും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് അവർ പറയുന്നു. അതുപോലെ അമേരിക്കയിൽ നിന്ന് ഡോക്ടർ പ്രൊഫസർ ബ്രീഡ് ഷാ സാഹിബ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലോ പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്നു, ലോകമെമ്പാടുമുള്ള വിവിധ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും കൺവെൻഷനുകളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ജൽസ സാലാന യുകെയുടെ അനുഭവം തികച്ചും വ്യത്യസ്തവും വ്യതിരിക്തവുമായിരുന്നു, വേറിട്ടതായിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, വിവിധ മതങ്ങൾ, ദേശീയതകൾ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അതിഥികളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. ഇവരുടെ എല്ലാം ഒരേ ഒരു അഭിപ്രായം ഇവിടെ കാണാൻ കഴിഞ്ഞ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം യഥാർത്ഥത്തിൽ അസാധാരണമാണ് എന്നതായിരുന്നു. അതുപോലെ അദ്ദേഹം പറയുന്നു, ഹ്യൂമാനിറ്റി ഫസ്റ്റും വിവിധ വിദ്യാഭ്യാസപരവും ചരിത്രപരവുമായ പ്രദർശനങ്ങൾ, ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു, പല വൈജ്ഞാനിക പ്രദർശനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു. ജമാഅത്ത് അതിൻ്റെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള അർഹരായവരുടെ, അവരേത് ജാതിയിലും മതത്തിലോ ദേശീയതയിലും പെട്ടവരാകട്ടെ, അവരെ എല്ലാം ഒന്നടങ്കം സേവനം ചെയ്യുന്നു എന്ന് കാണുന്നത് സന്തോഷം നൽകുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഇവരെല്ലാവരും അഭ്യസ്ത വിദ്യാരാണ്. ഉന്നത വിദ്യാഭ്യാസം നേടി ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലുമാർ, മറ്റ് വിദഗ്ധർ എന്നിവർ അങ്ങേറ്റം വിനയത്തോടെ സന്നദ്ധ സേവനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്നെ വലിയ തോതിൽ സ്വാധീനിച്ചു. ബ്രസീലിൽ നിന്നും ടെലിവിഷൻ റിപ്പോർട്ടർ ആരിക് പോട്ടേലർ സാഹിബ് പറയുന്നു, ഈ ചടങ്ങിൻ്റെ മഹത്തായ അളവും വ്യാപ്തിയും കണ്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ചും ലങ്കർ ഖാനയുടെ വലിപ്പവും ഭക്ഷണം തയ്യാറാക്കുന്ന എല്ലാ സ്ഥലങ്ങളും എന്നെ വളരെയധികം ആകർഷിച്ചു. ആധുനികവും വിശാലവും സംഘടിതവും അത്യധികം ശുചിത്വമുള്ളതായിരുന്നു ആ സംവിധാനങ്ങൾ. ഓരോ സന്നദ്ധ പ്രവർത്തകൻ്റെയും അധ്വാനവും കൃത്യതയും സമർപ്പണവും കാണാനുള്ള വളരെ മനോഹരമായ ഒരു അനുഭവമാണ് അത് കാഴ്ചവെച്ചത്. അതെൻ്റെ ഹൃദയത്തെ സമാധാനവും സന്തോഷം കൊണ്ട് നിറക്കുന്നു. ഫിലിപ്പൈൻസിൽ നിന്നും പ്രൊഫസർ യൂസുഫ് മോർലിസ്, അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പമാണ് വന്നിരുന്നത്. അവരും ഒരു പ്രൊഫസറാണ്. പ്രൊഫസർ ഷെരീമ മോർലിസ് എന്നാണ് അവരുടെ പേര്. അദ്ദേഹം പറയുന്നു, അവർ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്നതാണ്. നാഷണൽ കമ്മീഷൻ ഓഫ് മുസ്ലിം ഫിലിപ്പിനോസിൻ്റെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമാണ്, ഇതുവരെ അഹമ്മദി ആയിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഔദ്യോഗിക ഹാജർ ഏകദേശം 50,000 ആണെന്ന് പറയപ്പെട്ടെങ്കിലും ജൽസഖാൻ്റെ വ്യാപ്തിയും ക്രമീകരണങ്ങളുടെ അളവും കണ്ടുകൊണ്ട് ഈ സമ്മേളനം അതിനേക്കാൾ വളരെ വലുതാണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് തങ്ങളുടെ സമയവും സേവനവും സമർപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകൾക്ക് താമസവും ഭക്ഷണവും ട്രാൻസ്പോർട്ടും ശുചിത്വവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന പൂർണ്ണമായ ഒരു താൽക്കാലിക നഗരം തന്നെ ഇവിടെ കെട്ടിപ്പടുക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ പ്രയത്നങ്ങളിൽ അത്ഭുതം തോന്നി. സാമ്പത്തികമായി സുരക്ഷിതരാണെങ്കിലും അവർ സന്നദ്ധ പ്രവർത്തകരായി സേവനം ചെയ്യുന്നു. അത്യധികം ലളിതമായ അതുപോലെ ശാരീരിക അധ്വാനമുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുന്നു. വലിയ വിനയത്തോടെയാണ് ഇവരതൊക്കെ തന്നെ നിർവഹിക്കുന്നത്. ഇതാണ് സമാധാനപൂർണവും ഐക്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ചെറിയ പിഞ്ചു കുട്ടികൾ പോലും വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നത് കണ്ടു. അതുപോലെ അദ്ദേഹം പറയുന്നു, 11-15 വയസ്സുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. ഭക്ഷണ വിതരണത്തിൽ ആയിരുന്നു അവരുടെ ഡ്യൂട്ടി. അത്രയും ഉത്തരവാദിത്തത്തോടെ അവർ ഓടി നടന്ന് 300 ആളുകൾക്ക് ഭക്ഷണം മൂട്ടിക്കൊണ്ടിരുന്നു. അത്ഭുതം തോന്നിപ്പോകും. അതുപോലെ പറയുന്നു, സർ മുഹമ്മദ് ജഫറുല്ലാ ഖാൻ സാഹിബ് ഒരു അഹമ്മദി ആയിരുന്നെന്ന് ഇവിടെ വെച്ചാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഡോക്ടർ അബ്ദുസലാം സാഹിബിൻ്റെ സംഭാവനകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഇവിടെ വന്നുകൊണ്ട് സാധിച്ചു. അതുപോലെ
ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ എന്നെ വലിയ തോതിൽ സ്വാധീനിക്കുകയുണ്ടായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഓരോ വിഷയവും വളരെ വിശദമായും എന്നാൽ വളരെ ലളിതമായും ഗ്രഹിക്കാൻ കഴിയുന്ന നിലയിലും മനസ്സിലാക്കാൻ തക്ക രീതിയിലും അവതരിപ്പിക്കുകയുണ്ടായി. എൽ സെൽവദോറിൽ നിന്നുള്ള ഒരു അതിഥി സാവു ലെഗാഡോ സെൻട്രൽ അമേരിക്കൻ പാർലമെന്റിലെ എൽ സെൽവദോറിന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇത് എൻ്റെ ആദ്യത്തെ ജൽസ സാലാന UK ആണ്. അതിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ വളരെ അടുത്തു നിന്ന് നോക്കിക്കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എങ്ങനെയാണ് ദൈനംദിന ജീവിതം നയിക്കേണ്ടതെന്നാണ്. അതിൻ്റെ പ്രധാന സന്ദേശം ഇതായിരുന്നു. അതായത് ഒരു കൊമ്പ് വൃക്ഷത്തിൽ നിന്ന് അടർന്നു മാറ്റിയാൽ ഉണങ്ങിപ്പോകുന്നത് പോലെ, കാരണം ആ മരമാണ് അതിനുള്ള ജീവസ്സും ഓജസ്സും നൽകുന്നത് ആ കൊമ്പിനുള്ള. അതുപോലെ ഈ കൊമ്പ് മരത്തിൽ നിന്ന് ഉണങ്ങിയതുപോലെ നമ്മളും അള്ളാഹുവിൽ നിന്ന് അകന്നു പോയാൽ അത് നമ്മുടെ ആത്മീയ മരണത്തിന് കാരണമാകും. നാം ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ തേടുന്നത് എന്ന് ജമാഅത്തിൻ്റെ ഇമാമായ ഖലീഫ പറഞ്ഞത് തികച്ചും സത്യമാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ നമ്മൾ പാലിക്കുകയും, അതുപോലെ ഗസ്സെ ബസർ, അത് കണ്ണുകൾ താഴ്ത്തിയിടുക എന്നത് പുരുഷന്മാരും ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. നോക്കുക, അനന്യരായ ആളുകൾക്ക് ഈ സന്ദേശം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അഹമ്മദികൾ ഈ സന്ദേശം എത്രയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അസാധാരണമായ ക്രമീകരണങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ജമാഅത്തിന് ഇമാമുമായുള്ള കൂടിക്കാഴ്ച വളരെ ലഘു വേളയിലേക്കുള്ളതായിരുന്നു. വളരെ ചെറിയ സമയമായിരുന്നു ലഭിച്ചിരുന്നത്. കൂടുതൽ സമയം ലഭിച്ചാൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ പോലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കാര്യം ഉറപ്പായി, ഖലീഫക്ക് തൻ്റെ ജമാഅത്തിനെ കുറിച്ച് ധാരാളം വിവരങ്ങളുണ്ട്. എവിടെയൊക്കെ ജമാഅത്തുണ്ട്, ഏത് നിലയിലാണ് അവ വർക്ക് ചെയ്യുന്നത് എന്നതിൽ അദ്ദേഹത്തിന് ആഴത്തിലുള്ള അതറിയാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് ഈ കാര്യം വ്യക്തമായി. ബെലീസിൽ നിന്നുമുള്ള ഒരു നവാഗത അഹമ്മദിയായ മോസി കൊറിയാന സാഹിബ പറയുന്നു, ഞങ്ങളുടേത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. ഞങ്ങളുടെ നഗരത്തിലെ ജനസംഖ്യ വെറും 50,000 മാത്രമാണ്. അവിടെ 100 പേർ ഒരുമിച്ച് കൂടിയാൽ പോലും വഴക്കുകൾ ആരംഭിക്കും. എന്നാൽ ജൽസയുടെ ക്രമീകരണത്തിൽ അസാധാരണമായ സമാധാനമുണ്ടായിരുന്നു, ശാന്തിയുടെ അവസ്ഥയായിരുന്നു. ആളുകൾ വളരെ മികച്ച രീതിയിലാണ് പരസ്പരം ഇടപഴകുന്നത്. എൻ്റെ വികാരങ്ങൾ വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നവർ പറയുന്നു. ഇപ്പോൾ ഒരു അഹമ്മദി മുസ്ലിം എന്ന് സ്വയം വിളിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർ പറയുന്നു, കഴിഞ്ഞ വർഷത്തെ ജൽസസാലനിൽ പങ്കെടുക്കാൻ എൻ്റെ ഭർത്താവിനാണ് തൗഫീഖ് ലഭിച്ചിരുന്നത്. ആ സമയത്ത് ജമാഅത്തിൻ്റെ ഇമാം അദ്ദേഹത്തോട് താങ്കളുടെ ഭാര്യയ്ക്കും അഹമ്മദീയത്തിൻ്റെ സന്ദേശം എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഞാൻ പൂർണ്ണമായ വിശ്വാസത്തോടും അഭിമാനത്തോടും കൂടി പറയുന്നു, ഞാനും ഒരു അഹമ്മദി മുസ്ലിമാണ്. ബൾഗേറിയയിൽ നിന്നും ലേബർ ആൻഡ് സോഷ്യൽ പോളിസി മിനിസ്ട്രിയിലെ സെക്രട്ടറി ജനറലായ സെവിലിൻ പെൻകോ പറയുന്നു, ജർമ്മനിയുടെ വിവിധ നഗരങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട ജൽസ സാലാനകളിൽ ഞാൻ പലതവണ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടനിലെ ജൽസ സാലാനയുടെ അനുഭവം അതിൻ്റെ വ്യാപ്തി, സംഘടനാ മികവ്, ഉയർന്ന നിലവാരം എന്നിവയുടെ കാര്യത്തിൽ സവിശേഷവും സമാനതകളില്ലാത്തതുമായിരുന്നു. ജൽസഗാഹിൻ്റെ അസാധാരണമായ വ്യാപ്തിയും അവിടെ നിർമ്മിക്കപ്പെട്ട താൽക്കാലിക നഗരവുമായിരുന്നു എന്നെ ഏറെ സ്വാധീനിച്ചത്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അത്യധികം മികവോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. 50,000 മുകളിലുള്ള ആളുകളുടെ സംഖ്യയാണ് അവിടെ ഒത്തുകൂടിയിരുന്നത്. ജൽസയിൽ നടന്ന പ്രഭാഷണങ്ങൾ വളരെ വിജ്ഞാനപ്രദവും അക്കാദമികവും ഉയർന്ന നിലവാരവുമുള്ളതായിരുന്നു. പ്രഭാഷകർ മതപരവും ശാസ്ത്രീയവുമായ വിഷയങ്ങൾ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. അതുവഴി ശ്രോതാക്കളുടെ അറിവും അതുപോലെ തന്നെ തിരിച്ചറിവും വർദ്ധിക്കുകയുണ്ടായി. വിവിധ പ്രദർശനങ്ങൾ എന്നെ അങ്ങേയറ്റം സ്വാധീനിച്ചു. ആധുനിക ആവശ്യങ്ങൾക്ക് അനുസൃതമായി വളരെ പ്രൊഫഷണൽ രീതിയിലാണ് അവ ക്രമീകരിക്കപ്പെട്ടിരുന്നത്. കുട്ടികൾക്കായുള്ള പരിശീലന പരിപാടികളും അവിടെ പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു. വരും തലമുറയുടെ പരിശീലനത്തിന് നല്ല കാര്യങ്ങളാണ് ഇവ. സെനഗലിൽ നിന്നുള്ള അഹമ്മദു ബാ സാഹിബ്
തിജാനിയ വിഭാഗവുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രദേശത്തെ ഒരു മതപരമായ മതനേതാവാണ്. ഈ ജൽസയുടെ മികച്ച സംഘാടനവും ക്രമീകരണവും തന്നെ അത്യന്തം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ജൽസ ഏത് രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്, മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ, ജലസയിൽ പങ്കെടുത്തവരുടെ ഉയർന്ന സ്വഭാവ മികവ്, അവരുടെ ജ്ഞാനം, സത്സ്വഭാവം, പ്രത്യേകിച്ച് അഹമ്മദിയ ജമാഅത്തിലെ വ്യക്തികളുടെ ഉയർന്ന സ്വഭാവം, ധാർമ്മിക ഗുണങ്ങൾ എന്നിവ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് മുമ്പ് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് വളരെ സംഘടിതവും വളരെ ആത്മാർത്ഥവും തൻ്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതുമായ അത്തരമൊരു ജമാഅത്തിനെ കണ്ടതുകൊണ്ട് അതിയായ സന്തോഷമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ മനുഷ്യ സേവനത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്നു. അതായത് നിങ്ങൾ ചാരിറ്റി നടത്തുന്നു, അതുപോലെ കിണറുകൾ, പള്ളികൾ, ആശുപത്രികൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവ നടത്തുന്നു. എന്നാൽ നിങ്ങളുടെ മാനവ മൂല്യങ്ങൾക്കും മാനവ വികസനത്തിനുമുള്ള ശ്രമങ്ങൾ, ജ്ഞാനം, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണം, വിദ്യാഭ്യാസ സ്ഥാപനം എന്നീ അധിക കാര്യങ്ങൾ പ്രദർശനങ്ങളിൽ, എക്സിബിഷനിൽ കണ്ടുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അഹമ്മദി ജമാഅത്തിൻ്റെ ഇമാമുമായി എനിക്ക് കൂടിക്കാഴ്ച നടത്താനായി, അതുവഴി ജമാഅത്തിനെ മനസ്സിലാക്കാൻ തനിക്ക് വലിയ അവസരം ലഭിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ സെനഗാലിൽ നിന്നുള്ള മോർമാൻ കാബ ജാക്കാത്ത സായി പറയുന്നു, അദ്ദേഹം മെമ്പർ പാർലമെൻ്റാണ്. പറയുന്നു, ജനങ്ങളുടെ സേവനം, ആത്മാഭിമാനം, ധൈര്യം, ദൃഢനിശ്ചയം എന്നിവ നിങ്ങളുടെ പ്രമുഖ സവിശേഷതകളാണെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. വാക്കുകൾക്കപ്പുറം ഞാൻ ഇവിടെ സേവനമുള്ള ഇസ്ലാമിനെ കണ്ടു, സേവന തൽപരമായ ഇസ്ലാമിനെ കണ്ടു. നൽകുന്ന കൈകൾ ഞാൻ കണ്ടു, ദാനം ചെയ്യുന്ന കൈകൾ കണ്ടു, മാപ്പ് നൽകുന്ന ഹൃദയങ്ങൾ ഞാൻ കണ്ടു, മറ്റുള്ളവർക്ക് എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലുകൾ ഞാൻ കണ്ടു. കൊസോവയിൽ നിന്ന് പ്രൊഫസർ ഡോക്ടർ ഖലീൽ ഇബ്രാഹിമി സാഹിബ് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഗവേഷകനാണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ്. തൻ്റെ അക്കാദമിക പ്രയത്നങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളും കാരണം കൊസോവോയിൽ അത്യധികം ആദരവോടെയും ബഹുമാനത്തോടെയും കാണപ്പെടുന്നയാളാണ്. വളരെ ബഹുമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന എല്ലാ മേഖലകളിലും അച്ചടക്കവും സഹകരണവും നിസ്വാർത്ഥതയുടെ പ്രായോഗിക ചിത്രവും കാണാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അസൂയാവഹമായിരുന്നു. അതോടൊപ്പം ഓരോ വ്യക്തിയുടെയും ഭാഗത്തു നിന്ന് ലഭിച്ച സ്നേഹവും ആത്മാർത്ഥതയും ബഹുമാനവും ഉദാരമായ അതിഥി സൽക്കാരവും ഈ അനുഭവത്തെ എനിക്ക് ഏറെ അവിസ്മരണീയമാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ വിവിധ പ്രഭാഷണങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് അഹമ്മദ് ജമാഅത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു. അദ്ദേഹവുമായി കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി. പറയുന്നു, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സമാധാനം, മതസൗഹാർദ്ദം, മനുഷ്യ സമത്വം, പരസ്പര ബഹുമാനം, സമൂഹത്തിലെ ഓരോ വ്യക്തിയും കൈപിടിച്ച് മുന്നോട്ട് ഗമിക്കുക എന്ന സങ്കല്പത്തിലുള്ള തുടർച്ചയായതും അസാധാരണവുമായ ഊന്നലായിരുന്നു. ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതപരമായ തെറ്റിദ്ധാരണകളും തീവ്രവാദവും അസഹിഷ്ണുതയും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ ഇവിടെ ഈ സന്ദേശങ്ങൾ വളരെ സംയോജിതവും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും മനുഷ്യരാശിക്ക് മാർഗനിർദ്ദേശം നൽകുന്നതുമായി അനുഭവപ്പെടുന്നു. സ്പെയിനിൽ നിന്നുള്ള അന്തോണിയോ റീജിസ് പറയുന്നു, പേദ്രോബാദിൻ്റെ മേയറാണ് അദ്ദേഹം. ഈ സമ്മേളനം കേവലം വിശ്വാസത്തിൻ്റെ ആഘോഷമല്ല, മറിച്ച് വിവിധ രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിലെ സമാധാനത്തിൻ്റെയും ആദരവിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കിട്ട മൂല്യങ്ങളുടെ മാർഗനിർദ്ദേശത്താൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ അസാധാരണമായ പ്രകടനമാണെന്ന് കാണാൻ ജൽസ സാലാന ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു. വിവിധ പ്രദർശനങ്ങളിലൂടെയും വിജ്ഞാനപ്രദമായ പരിപാടികളിലൂടെയും വിവിധ മേഖലകളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്തു വരുന്ന സേവനങ്ങളെക്കുറിച്ചും എനിക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്ന് 2 വക്കീലുമാർ വന്നിരുന്നു, കാരലിൻ സാഹിബയും ഹാന സാഹിബയും. പറയുന്നു, രണ്ടുപേരും ജൽസ സാലനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ സൗഭാഗ്യമായി കരുതുന്നു.
ക്രമീകരണങ്ങൾ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇവിടെയുള്ള സംവിധാനങ്ങൾ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. എല്ലാ ഭാഗത്തും സമാധാനത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. ജൽസാഗാഹിനുള്ളിലും പുറത്തും ഞാൻ എല്ലാ ഭാഗത്തും നടന്ന് പരിശോധിച്ചു. വഴക്കോ ബഹളമോ വക്കാണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ലോകത്ത് ഇത്രയും ശാന്തരും സമാധാന തൽപരരുമായ ആളുകൾ വേറെ ഉണ്ടാകുകയില്ല തന്നെ. എല്ലാവരും പരസ്പരം സഹായിക്കാൻ സന്നദ്ധരായിരുന്നു. കുട്ടികൾ വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടതിൽ സന്തോഷം തോന്നി. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും സൗഭാഗ്യമുണ്ടായി. ലോകമെമ്പാടും സമാധാനം പരത്തണമെന്ന സമൂഹത്തിൻ്റെ ചിന്തയും അവകാശങ്ങൾ സ്ഥാപിക്കണമെന്ന ചിന്തയും, അതുപോലെ അതും കേവലം അഹമ്മദികൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഏതൊരു പീഡിത വർഗത്തിനും മർദ്ദിത വിഭാഗത്തിനും വേണ്ടി ശബ്ദമുയർത്തുക എന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് വളരെയധികം എന്നെ സ്വാധീനിക്കുകയുണ്ടായി. അടുത്ത വർഷവും ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് തൻ്റെ മിഷനറിയോട് വാഗ്ദാനം വാങ്ങിയാണ് അവർ മടങ്ങിയത്. അത്രയധികം അവർ പ്രഭാവിതയാകുകയുണ്ടായി. ബൊളീവിയയിൽ നിന്നും ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഗൈഡർ ഗെയിൻ ജൽസയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ജൽസ സാലാനയിൽ പങ്കെടുത്തത് എനിക്ക് ഒരു മികച്ച അനുഭവമായിരുന്നു. അതുപോലെ ഞാൻ പ്രഭാഷണങ്ങളിൽ, പ്രത്യേകിച്ച് ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ പ്രഭാഷണങ്ങളിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. നമ്മുടെ ജീവിതങ്ങളിൽ എക്കാലത്തും മുദ്ര പതിഞ്ഞു കിടക്കുന്നതും ഞങ്ങളുടെ നാഥൻ്റെ സാമീപ്യവും അനുഗ്രഹവും നേടാനുമുള്ള വഴി കാണിച്ചു തരുന്നതുമായ ഒരു സമ്മേളനമായിരുന്നു ഇത്. ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ കഴിയുന്നവരായി മാറാൻ അള്ളാഹു ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്നു, മുസ്ലിം സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു, മർദ്ദിത വിഭാഗമാണ്, അവർ സമ്മർദ്ദത്തിലാണെന്ന് വർഷങ്ങളായി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊപ്പഗണ്ട തികച്ചും വ്യാജമാണെന്ന് വ്യക്തിപരമായി കാണാൻ എനിക്ക് ഇവിടെ വന്ന അവസരം ലഭിച്ചു. ഇതിന് വിപരീതമായി ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകപ്പെടുന്ന ബഹുമാനവും സംരക്ഷണവും പ്രാധാന്യവും കണ്ട് ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ട്. കൊസോവയിൽ നിന്നും ഓലി ജോൺ സാഹിബ്, മുനിസിപ്പാലിറ്റിയുടെ ചീഫ് ഓഫ് ക്യാബിനറ്റായ ഓനി ജോഷി സാഹിബ് പറയുന്നു, അഹമ്മദി ജമാഅത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണം കേൾക്കാൻ അവസരം ലഭിച്ചു. ജൽസ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അതിഥി സേവനത്തെ ഒരു വലിയ ഉത്തരവാദിത്തമായി കണക്കാക്കിക്കൊണ്ട് സ്നേഹത്തോടും വിനയത്തോടും ആത്മാർത്ഥതയോടും മികച്ച സ്വഭാവത്തോടും കൂടി അത് നിർവഹിക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകർക്ക് ഉപദേശം നൽകിയിരുന്നു. വ്യാഴാഴ്ച രാത്രി നടന്ന ഇൻസ്പെക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആ ഉപദേശം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രായോഗിക മാതൃക സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് വഷളായി, തലകറക്കം വരാൻ തുടങ്ങി, ശാരീരിക അസ്വസ്ഥതയുണ്ടായി, ഛർദി വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് വിഭാഗത്തിലുള്ളവർ എന്നെ പരിശോധിച്ചു. 6 ഡോക്ടർമാർ എൻ്റെ ചുറ്റും ഒത്തുകൂടി. എൻ്റെ സ്വന്തം വീട്ടിലെന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഖലീഫത്തുൽ മസീഹിൻ്റെ നിർദ്ദേശങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ഓരോ പ്രവർത്തകൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ജപ്പാനിൽ നിന്നും ഹിരോയൂക്കി ഇവാമോട്ടോ സാഹിബ് പറയുന്നു, ഞങ്ങൾക്ക് വളരെ അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു അത്. ജൽസയുടെ അന്തരീക്ഷം സ്നേഹവും ആത്മീയതയും നിറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. സേവനം ചെയ്യുന്ന പ്രവർത്തകരുടെ ആവേശം, വെള്ളം കുടിപ്പിക്കുന്ന കുട്ടികളുടെ സേവനത്തിൻ്റെ രീതി, ഖിലാഫത്തുമായി ജമാഅത്തിനുള്ള ബന്ധം, അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം, ഇതൊക്കെ വളരെ മികച്ച അനുഭവമായിരുന്നു. ലെബനനിൽ നിന്നുള്ള ബെൽജിയത്തിൽ താമസിക്കുന്ന മറ്റൊരു സുഹൃത്ത് പറയുന്നു, ഞാൻ ഡിപ്ലോമാറ്റിക് കോറിൽ ജോലി ചെയ്യുന്നതിനാൽ ലോകത്ത് വലിയ മീറ്റിങ്ങുകൾ നടക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ഖത്തറോ ബ്രസൽസോ മറ്റു വലിയ സ്ഥലങ്ങളോ എവിടെയാകട്ടെ, ഇതുപോലുള്ള ജൽസ, ഇത്രയും ഉയർന്നതും സംഘടിതവുമായ ഒരു പരിപാടി എനിക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല തന്നെ. 50,000-ത്തിലധികം ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടും പരസ്പരം ഉന്തും തള്ളുമില്ല, ആരും മോശമായി സംസാരിക്കുന്നില്ല, വഴക്കിടുന്നില്ല. എല്ലാവരും ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറുന്നത്. ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെ അധ്യാപനം ഞാൻ ഇവിടെ പ്രായോഗികമായ നിലയിൽ കാണുകയുണ്ടായി. അതുപോലെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമായ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല എന്നത് പ്രായോഗികമായി എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഇവിടെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളും വരുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വളരെ സസന്തോഷം ഇവിടെ സ്വതന്ത്രരായി വിഹരിക്കുന്നു. അർജന്റീനയിൽ നിന്നുള്ള സെർജിയോ റോബൻ
ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ന്യൂസ് പേപ്പറായ ദേശീയ പത്രമായ ക്ലാരിനിൽ മതപരമായ കാര്യങ്ങളുടെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം പറയുന്നത്, വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പത്രത്തെ ഈ ജൽസയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അറിയിച്ചപ്പോൾ എൻ്റെ പല സഹപ്രവർത്തകരും ഇസ്ലാമിനെതിരെയുള്ള പൊതുവായ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്താൻ ഉപദേശിച്ചു. ഇത് പോകണമോ, ഒന്നും കൂടി ചിന്തിക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ജൽസയുടെ അന്തരീക്ഷം നേരിട്ട് നിരീക്ഷിച്ചപ്പോൾ ഇസ്ലാം ഒരു സമാധാനപരമായ മതമാണെന്നതിൻ്റെ മികച്ച തെളിവ് നിങ്ങളുടെ ജമാഅത്ത് തന്നെയാണെന്നും നിങ്ങളുടെ ജൽസയുടെ ഈ സമാധാനപരമായ അന്തരീക്ഷമാണ് എന്നും എനിക്ക് മനസ്സിലായി. ഇത്രയും വലിയതും വിശാലവുമായ ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും എല്ലാ ഭാഗത്തും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അന്തരീക്ഷമുണ്ടായിരുന്നു. ജൽസയുടെ അവസാന ദിവസം അവരുടെ TV ചാനലുണ്ട്, TN. അതിൽ ജൽസയുടെ ലൈവ് തത്സമയം സംപ്രേഷണം നടത്തി. അതുവഴി ഈ അന്തരീക്ഷം കാഴ്ചക്കാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇസ്ലാം സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും മതമാണെന്ന് ഊന്നി പറയാൻ വേണ്ടിയും ജമാഅത്തിനെ ഒരു തെളിവായി അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം സ്വയം കത്തോലിക്കനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഖലീഫയുടെ ജൽസയുടെ ഉദ്ഘാടന പ്രഭാഷണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ തഖ്വയെക്കുറിച്ച്, ഭയഭക്തിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ വശത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അറിവും തിരിച്ചറിവും ഇത് മുഖേന ഒരുപാട് വർദ്ധിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ലിത്വാനിയയിൽ നിന്നുമുള്ള സോത്തിലാന മാർക്കിവിച്ചിന സാഹിബ പറയുന്നു, ജൽസസാലയുടെ അവസരത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ രീതികളും ശീലങ്ങളും അടുത്തു നിന്ന് കാണാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. പുതുതായി പലതും പഠിക്കാൻ സാധിച്ചു. ധാരാളം കാര്യങ്ങൾ പഠിക്കാനായി. ജമാഅത്തിന്റെ ഇമാമിൻ്റെ സ്ത്രീകളോടുള്ള പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ച് എൻ്റെ പല തെറ്റിദ്ധാരണകളും അകന്നു. സ്ത്രീക്ക് ബഹുമാനവും സംരക്ഷണവും അടിസ്ഥാന അവകാശങ്ങളും നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായി. പ്രഭാഷണം വളരെ സന്തുലിതവും തെളിവുകളുള്ളതും പ്രമാണബദ്ധവും ഹൃദയസ്പർശിയുമായിരുന്നു. അത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് അവസരം നൽകി. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൺസൾട്ടൻ്റായ ജൂലിയ പെർത്തേസി പറയുന്നു, എനിക്ക് അതൊരു സവിശേഷമായ അനുഭവമായിരുന്നു. ജൽസയിൽ പങ്കെടുക്കുന്നതിലൂടെ മുമ്പ് എനിക്ക് പരിമിതമായ അറിവുകൾ മാത്രമുണ്ടായിരുന്ന ഒരു മതപരമായ സമൂഹത്തെ അടുത്തു നിന്ന് കാണാനും മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചു. സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്നവരുടെയും അതിഥി സൽക്കാരവും സൽസ്വഭാവവും പരസ്പര സഹകരണവും എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. എല്ലാവരും ചെറു പുഞ്ചിരിയോടെയാണ് പരസ്പരം ഇടപഴകുന്നുണ്ടായിരുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എപ്പോഴും അവർ തയ്യാറായി നിൽക്കുന്നു. അക്കാരണത്താൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ചരിത്രവും രീതി സമ്പ്രദായങ്ങളും അടിസ്ഥാന മൂല്യങ്ങളും മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് ഇവിടെ വന്ന് അവസരം ലഭിക്കേണ്ടായി. വിവിധ പ്രദർശനങ്ങളെക്കുറിച്ചും അവർ വാദോരാതെ പ്രശംസിച്ചിട്ടുണ്ട്. ചരിത്രം, മനുഷ്യസേവന പദ്ധതികൾ, എല്ലാ മേഖലകളിലും മാനവ സേവനങ്ങൾ എന്നിവ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിച്ച വളരെ രസകരമായ പ്രദർശനങ്ങളായിരുന്നു അവ. സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രദർശനം എനിക്ക് പ്രത്യേകിച്ചും അറിവ് നൽകുന്നതായി മാറി. കാരണം ജമാഅത്തിൻ്റെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ ഈ വിഷയം മനസ്സിലാക്കാൻ അത് എനിക്ക് അവസരം നൽകി. ഇറ്റലിയിലെ ടോറിനിൽ നിന്നുള്ള പ്രൊഫസർ ഫെദറിക്ക സോണ സാഹിബ പറയുന്നു, ജൽസ സാലാനയിൽ അവർക്ക് ദീർഘവീക്ഷണത്തിൻ്റെയും ആത്മീയതയുടെയും മനോഹരമായ ഒരു സങ്കലനം, ഒരു സമ്മിളിതാവസ്ഥ കാണാൻ സാധിച്ചു. യുക്തിസഹമായ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ ക്രമീകരണവും കാറ്റൊഴുകുന്നത് പോലെ വളരെ സുഗമമായി, വളരെ മനോഹരമായി നടന്നു പോകുന്നത് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. വെള്ളം കുടിപ്പിക്കുന്ന ഡ്യൂട്ടിയുള്ള ഏറ്റവും ചെറിയ ചെറിയ വോളണ്ടിയേഴ്സ് മുതൽ മുതിർന്ന പ്രായത്തിലുള്ള പ്രവർത്തകർ വരെ എല്ലാവരും സതുദ്ദേശം, അതിഥി സൽക്കാരം, സൽസ്വഭാവം, പുഞ്ചിരി എന്നിവ പൊതുവേ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. വൈകാരികമായി തന്നെ ഞാൻ പറയുകയാണ്, ഒരു വലിയ അന്താരാഷ്ട്ര കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യപ്പെടുകയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അതിഥിയെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ച് ആനയിക്കുന്നു, ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്നു. അവർ പറയുന്നു, എന്നോട് പുഞ്ചിരി പങ്കുവെച്ച, വഴി കണ്ടെത്താൻ സഹായിച്ച, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലെ ചില കൈപ്പേറിയതും അതുപോലെ തന്നെ ആനന്ദകരവുമായ സന്തോഷവും സന്താപകരവുമായ അനുഭവങ്ങൾ പങ്കുവെച്ച, അതുപോലെ ചില പ്രകാശമേറിയ അനുഭവങ്ങൾ പങ്കുവെച്ച പല സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും എനിക്ക് കാണാൻ കഴിഞ്ഞു.
പ്രത്യേകിച്ച് ആത്മീയവും സൂക്ഷ്മവുമായ വശങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്നു, ചില സുഹൃത്തുക്കൾ അവരുമായി പങ്കുവെച്ച വ്യക്തമായ സ്വപ്നങ്ങളിലെ മുൻകൂട്ടിയുള്ള വിവരങ്ങൾ പോലുള്ള സംഭവങ്ങൾ വളരെ സ്വാധീനിച്ചു. ചിലർക്ക് സ്വപ്ന ദർശനമുണ്ടായി, അതിനെക്കുറിച്ച് മുൻ അറിവുണ്ടായി എന്ന് കേട്ട് അവർ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഈ ജമാഅത്ത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് അതീതമായ ഒരു വലിയതും ഐക്യമുള്ളതുമായ കുടുംബമാണെന്ന് അവർ പറയുന്നുണ്ട്. ജീന ഐദീൻ സാഹിബ് റോമിലെ മതങ്ങളുടെ സോഷ്യോളജി സ്കോളറാണ്. അദ്ദേഹം പറയുന്ന ഏറ്റവും ആദ്യം കണ്ണിൽപ്പെടുന്ന കാര്യം വളരെയധികം ദേശീയതകളും ഭാഷകളും സംസ്കാരങ്ങളും ഒരിടത്ത് ഒത്തുകൂടിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ജമാഅത്തിൻ്റെ പതാകയോടൊപ്പം ഉയർത്തുന്ന ചടങ്ങ് ഈ അന്താരാഷ്ട്ര ഐക്യത്തെ പ്രകടമാക്കുന്നു. അതായത് വിവിധ രാഷ്ട്രങ്ങൾ തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ തന്നെ, അസ്തിത്വത്തിന് ഒരു പോറലുമേൽക്കാതെ ഒന്നിച്ചു ജീവിക്കുന്ന ഒരു ചെറിയ ലോകം. മതപരമായ സോഷ്യോളജിയുടെ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു മതപരമായ ജമാഅത്തിന് എങ്ങനെയാണ് പ്രാദേശിക ഐഡൻറ്റിറ്റിയും ആഗോള ഐക്യത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹം അതുപോലെ അദ്ദേഹം അതിഥി സൽക്കാരത്തെയും അതുപോലെ ഇവിടെയുള്ള പ്രവർത്തകരെയും ഒക്കെ തന്നെ വാനോളം പുകഴ്ത്തുകയുണ്ടായി. കാനഡയിലെ സ്റ്റോണി നക്കോഡ ഫസ്റ്റ് നേഷൻ നിന്നുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് റവൻറ്റോണി സ്നോ സാഹിബ് എന്നാണ്. അദ്ദേഹം പറയുന്നു, ഇത്രയും വലിയ വിശാലമായ സമ്മേളനം കാണുന്നത് എനിക്ക് വളരെ ഹൃദയാവർജകമായിരുന്നു. ഇവിടെ മികച്ച ക്രമീകരണങ്ങൾ ചെയ്യപ്പെട്ടിരുന്നു. ഓരോ വ്യക്തിയും തങ്ങളുടെ കഴിവനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർണ്ണമായും പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ കാര്യം എളുപ്പമല്ല, എന്നാൽ ഇക്കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ആവേശം, ഇവരുടെയൊക്കെ ആവേശവും ഉത്സാഹവും എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. തുർക്കിയിൽ നിന്ന് ജമാഅത്തിന് പുറത്തുള്ള അതിഥിയായ പ്രൊഫസർ മത്തിൻ ബുസാൻ സാഹിബ് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം ദിജ്ല യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മതങ്ങളുടെ ചരിത്ര വിഭാഗത്തിൻ്റെ ഇസ്ലാമിക മേധാവിയാണ്. തൻ്റെ മേൽനോട്ടത്തിൽ ജമാഅത്തിനെ കുറിച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് തീസിസും എഴുതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ജൽസയുടെ ഓരോ ക്രമീകരണത്തിലും ഓരോ കാര്യത്തിലും സമ്പൂർണ്ണമായ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അതുപോലെ പരലോകത്തെയും പോലുള്ള വിശ്വാസത്തിൻ്റെ നിബന്ധനകളെയും ഇസ്ലാമിൻ്റെ നിബന്ധനകളെയും അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഞങ്ങൾ മുസ്ലിമായി കണക്കാക്കുന്നു. അവരെ കാഫിറാക്കി മുദ്ര കുത്തുന്നത് ശരിയല്ലെന്ന് കരുതുന്നു. അത് ഞങ്ങളുടെ താത്വികമായ കാഴ്ചപ്പാടാണ്. അതിനാൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അഹമ്മദികൾ മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിലെ ഉലമാക്കൾക്ക് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്ന്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ജമാഅത്തിൻ്റെ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രയത്നങ്ങളെ ഞാൻ വളരെയധികം ശ്ലാഘിക്കുന്നു. അതുപോലെ അദ്ദേഹം എല്ലാ അവസരങ്ങളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെയുള്ള ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ കണ്ടു. അദ്ദേഹം ജമാഅത്തിൽ ഇസ്ലാമിക പർദ്ദയുടെ അധ്യാപനത്തിന് പ്രത്യേക പരിഗണന നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നിഗമനത്തിലെത്തി. ഫ്രാൻസിൽ നിന്നുള്ള കോർഡിനേഷൻ അസോസിയേഷനായ ഫ്രീഡം കോൺഷ്യസിൻ്റെ പ്രസിഡന്റായ തേരി വാലെ സാഹിബ് പറയുന്നു, കുറ്റമറ്റ ക്രമീകരണങ്ങളും സമാധാനപരമായ അന്തരീക്ഷവും വലിയൊരു ശാന്തതയും ഇവിടെ നിലകൊണ്ടിരുന്നു. ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ സമാപന പ്രഭാഷണം യഥാർത്ഥത്തിൽ ഒരു വലിയ മാർഗദീപവും ഹൃദയത്തെ സ്വാധീനിക്കുന്നതുമായിരുന്നു. നമുക്കായി നമ്മൾ സ്ഥാപിക്കേണ്ട ഉയർന്ന മാതൃകകളെയും നമ്മളെല്ലാം നിർമ്മിക്കാൻ പരിശ്രമിക്കേണ്ട സമാധാനപരമായ ലോകത്തെയും അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇവിടെ എനിക്ക് ലഭിച്ച ഈ അനുഭവത്തിന് ഞാൻ വലിയ നന്ദി പ്രകടിപ്പിക്കുന്നു. ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം അഹമ്മദിയ ജമാഅത്ത് നൽകുന്നുണ്ട്. അതിൻ്റെ പ്രായോഗിക തെളിവ് 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു പൂച്ചെണ്ട് പോലെ, ഒരു പൂങ്കുല പോലെ, ഒരു ബൊക്കെ പോലെ ഒത്തുകൂടിയിരിക്കുന്നതാണെന്ന് ഞാൻ കാണുകയുണ്ടായി. അതിൻ്റെ പരിമളവും അതിൻ്റെ സുഗന്ധവും ഞാൻ നേരിട്ട് അനുഭവിച്ചറിയുകയുണ്ടായി. ബെൽജിയത്തിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നു, മുമ്പും ഞാനിവിടെ ജലസയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം
സ്ത്രീകൾക്ക് മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസവും നേടാനും ലോകത്തിലെ എല്ലാ മേഖലകളിലും മുന്നേറാനും പുരോഗതി പ്രാപിക്കാനും പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ ഖലീഫയുടെ സ്ത്രീകളോടുള്ള പ്രഭാഷണം എന്നെ വളരെയധികം ഹഠാതാകർഷിച്ചു. അതുപോലെ ജപ്പാനിൽ നിന്നുള്ള പ്രൊഫസർ മെനസാക്കി ഹിരോക്കോ സാഹിബ, അവർ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം തന്നെ, ഗവേഷണ പുസ്തകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനായി അവർ റബോയിലും, പാകിസ്ഥാനിൽ റബോയിലും അതുപോലെ ഇന്ത്യയിൽ ഖാദിയാനിലും പോയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് ആഴത്തിലുള്ള അറിവ് ജമാഅത്തിനെ കുറിച്ചുണ്ട്. അവർ പറയുന്നു, ഒരു ജർമ്മൻ യുവാവിനെ എനിക്ക് ജൽസയിൽ വെച്ച് കാണാൻ സാധിച്ചു. അവൻ അന്ന് തന്നെയാണ് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈഅത്ത് ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ഞാൻ അവനോട് ആരാഞ്ഞു. അവൻ പറഞ്ഞു, ജൽസയുടെ അന്തരീക്ഷവും അഹമ്മദികളുടെ സാഹോദര്യവും പരസ്പര സ്നേഹവുമാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത്, അതിനെ നിർബന്ധിതനാക്കിയത്. അതുപോലെ ഡ്യൂട്ടിയിലുള്ളവരെ അവർ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. അതുപോലെ ആർച്ചി സാഹിബ്, ഒരു ഇന്തോനേഷ്യക്കാരനാണ്. അദ്ദേഹം ഗ്രീസിൽ തൻ്റെ ഗ്രീക്കുകാരിയായ മുസ്ലിമായ ഭാര്യയോടൊപ്പം, അവർ മുസ്ലിമാണ് എന്നാൽ അഹമ്മദിയല്ല, ഭാര്യയോടൊപ്പം താമസിക്കുന്നു. പറയുന്നു, ജൽസയ്ക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതൊരു ആത്മീയ യാത്രയാണ്, എന്നെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കാനും വേണ്ടിയുള്ള യാത്രയാണ്. അതിനാൽ ഞാൻ ഗ്രീസ് വിട്ട് ഇവിടെ വന്നു. കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ എനിക്കുമേൽ വലിയ സ്വാധീനം ചെലുത്തി. പ്രവർത്തകർ ചെയ്ത സേവനങ്ങൾ എനിക്കുമേൽ വലുതായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലേറ്റിയയിൽ നിന്നുള്ള അതിഥിയാണ് നാർമുന്ദർ സെൻസ്. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധം പാകിസ്ഥാനിൽ അഹമ്മദികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതികളും എന്ന വിഷയത്തിലായിരുന്നു. അദ്ദേഹം ഇവിടെ ജൽസയിൽ പങ്കെടുത്തു. അദ്ദേഹം പറയുന്നു, ജൽസയ്ക്കിടയിൽ ഇസ്ലാമിനെയും അഹമ്മദത്തിനെയും കുറിച്ച് എനിക്കുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുകയുണ്ടായി. ഗ്രീസിൽ നിന്നും ഒരു ഡെലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു സംഘം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വനിതയും ഉണ്ടായിരുന്നു, അതിഥിയായിട്ട് വന്നതാണ്. അവർ പറയുന്നു, ഇതൊരു മനോഹരമായ അനുഭവമായിരുന്നു. സന്നദ്ധ പ്രവർത്തകരിൽ ഓരോരുത്തരും അതിഥികളോട് വളരെ സൗഹൃദപരവും സഹായകരവുമായിരുന്നു. പ്രദർശനങ്ങൾ, എക്സിബിഷൻ വളരെ മികച്ചതായിരുന്നു. പ്രത്യേകിച്ചും റിവ്യൂ ഓഫ് റിലീജിയൻസിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രദർശനം ഞാൻ മണിക്കൂറുകളോളം ഇവിടെ ചിലവഴിക്കാൻ ആഗ്രഹിച്ചു. പുരാവസ്തുക്കളെക്കുറിച്ചും എനിക്ക് ഇവിടെ പറഞ്ഞു തന്നു. ഇങ്ങനെ എല്ലാ പ്രശംസകൾക്കും ശേഷം അവരൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടത് ചില സ്ത്രീകൾ ഇസ്ലാമിക ഡ്രസ് കോഡ്, അതായത് പർദ്ദ ശരിയായ രീതിയിൽ പാലിക്കുന്നില്ല എന്നാണ്. ചില പുരുഷന്മാർ ഗസ്സെ ബസർ, അതായത് ദൃഷ്ടികൾ കീപ്പോട്ടിടുക എന്ന കൽപ്പനയിൽ ദൗർബല്യം കാണിക്കുന്നതായും കണ്ടു. ഞാൻ ഇക്കാര്യത്തിൽ പ്രത്യേകം ഉണർത്തിയിരുന്നു. അതിനാൽ നെഗറ്റീവ് കമൻറ്റുകളെയും തങ്ങളുടെ നന്മയ്ക്കായി കേൾക്കുക, അതുപോലെ തന്നെ അതുകുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അശ്രദ്ധ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കണം, നമ്മെ അന്യർ വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രത്തിന് കളങ്കം വരുത്തുന്ന യാതൊരു അവസരവും അവർക്ക് നാം നൽകാൻ പാടില്ല എന്ന് ഓർക്കണം. മറിച്ച് ജൽസയുടെ പ്രഭാഷണങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണിയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മെക്കുറിച്ച് വിരൽ ചൂണ്ടാൻ തക്കവണ്ണം അന്യർക്ക് അവസരം കൊടുക്കരുത് എന്ന് അതിൽ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. പോളണ്ടിൽ നിന്നുള്ള
പോവജക് ലെമന്തോവിച്ച്, വോവിച്ച് ലെമന്തോവിച്ച്. ഇവരുടെ പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് വായിക്കാൻ. ഏതായാലും ഇദ്ദേഹം മനുഷ്യാവകാശങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയുടെ മുൻ ചാൻസലറുമാണ്, നിലവിൽ ലോ പഠിപ്പിക്കുന്നു, നിയമം പഠിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, സംവിധാനങ്ങൾ കണ്ടുകൊണ്ട് വളരെയധികം സ്വാധീനമുണ്ടായി. ജമാഅത്തിൻ്റെ ഇമാമുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയുടെ അനുഭവങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ എൻ്റെ പക്കൽ വാക്കുകളില്ല. വ്യക്തിപരമായി അദ്ദേഹം എന്നോട് സംസാരിച്ചു, അത് വളരെയധികം എന്നിൽ സ്വാധീനമുളവാക്കി. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് എന്തെല്ലാം പഠിച്ചുവോ അത് ഇനി ഞാൻ എൻ്റെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതാണ്. അതുവഴി അവർക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യഥാർത്ഥ തലങ്ങൾ, അർത്ഥങ്ങൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഏതാനും ചില സംഭവങ്ങളാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തത്. അവയിലും ചില സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഞാൻ വിവരിച്ചിട്ടുള്ളൂ. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രസ് ആൻഡ് മീഡിയ, പ്രസ് സെക്ഷൻ്റെ ഭാഗത്തു നിന്നും UK പ്രസിൻ്റെ ഭാഗത്തു നിന്നും ധാരാളം കവറേജ് ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ പ്രമുഖ പത്രമായ ദി ടൈംസ്, അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അവർ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. മറ്റ് പ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ കവറേജ് ഉണ്ടായി. മീഡിയ കവറേജ്, പ്രിൻ്റ് ആർട്ടിക്കിളുടെ എണ്ണം 16 ആകെ വായനക്കാരുടെ എണ്ണം 1 കോടിയാണ്. റേഡിയോ പ്രോഗ്രാമുകൾ 35 ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10ന്റെ വർധനവുണ്ട്. TV പ്രോഗ്രാമുകൾ 6 എണ്ണം ഉണ്ടായി. അത് കണ്ടവരുടെ എണ്ണം 72 ലക്ഷമാണെന്നായി കണക്കാക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ 5,30,000 വ്യൂസ് ഉണ്ടായി. UK സെക്ഷനിൽ കോടികൾ വ്യൂവേഴ്സ് ഉണ്ടായി എന്നാണ് അവരുടെ റിപ്പോർട്ട്. മൊത്തത്തിലുള്ള കവറേജ് 5,28,00,000 ആളുകളിലേക്കാണ് എത്തിയിട്ടുള്ളത് പ്രസന്റ് മീഡിയയിലൂടെയും. അതുപോലെ തന്നെ ഏകദേശം 12 വ്യത്യസ്ത പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും കവർ ചെയ്തു. അതിൽ പ്രശസ്തമായ നാഷണൽ ചാനലുകളും പത്രങ്ങളും ഉൾപ്പെടുന്നു. ഇനി മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായങ്ങളാണ്. ഒരു മാധ്യമ പ്രവർത്തക പറയുന്നു, അവസാന ദിവസം ബയ്യത്ത് കണ്ടതിന് ശേഷം, ആഗോള ബയ്യത്ത് കണ്ടതിന് ശേഷം ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. വികാരങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ലോകത്ത് ഞാൻ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ലോകത്ത് മറ്റാർക്കും എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു അനുഭവം, അതുപോലെ അത്തരത്തിലുള്ള ചടങ്ങും സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഈ കാഴ്ച ശ്വാസങ്ങൾ പിടിച്ചു നിർത്തുന്ന ഒന്നായിരുന്നു. ഞാൻ പൂർണ്ണമായും അതിൻ്റെ ലഹരിയിലാണുള്ളത്. അതിൽ നിന്ന് പുറത്തു വരാൻ ഹാങ് ഓവർ വിട്ടിട്ടില്ല. അതുപോലെ മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങളുമുണ്ട്. MT ആഫ്രിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 20 മാധ്യമപ്രവർത്തകർ ഇവിടെ പങ്കെടുത്തിരുന്നു. അവർ 127 റിപ്പോർട്ടുകൾ അയച്ചു. 6,30,00,000-ലധികം വീടുകളിലേക്ക് ജൽസയുടെ വാർത്ത എത്തി. ആഫ്രിക്ക ജൽസ സാലാന ആഫ്രിക്കയുടെ 18-ലധികം ചാനലുകളിൽ തത്സമയ വാർത്ത സംപ്രേഷണം ചെയ്യപ്പെട്ടു. പ്രഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു. സംപ്രേഷണത്തിൻ്റെ റീച്ച് 3,50,00,000-ലധികം ആളുകളിലേക്ക് എത്തി. ആഫ്രിക്കയിലെ അനഹമ്മദി വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സിറോലോണിയയിലെ ടെൻഡഫോർ ഗ്രാമത്തിൽ നിന്നുള്ള പാതിരി ജോർജ് പറയുന്നു, തൊഴിൽപരമായി ഞാനൊരു അധ്യാപകനാണ്. സിറോലിയോണിലെ ടെൻഡഫോർ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു അഹമ്മദി മുസ്ലിം അല്ല. ബ്രിട്ടനിലെ ജൽസ സാലാനയുടെ 3 ദിവസങ്ങൾക്കിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് ഖിലാഫത്തുമായുള്ള ആഴത്തിലുള്ള സ്നേഹവും, ഏത് രാജ്യത്തു നിന്നുള്ളവരായാലും ശരി, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള സമാധാനം, സ്നേഹം, വിശ്വസ്തത, ആദരവ് എന്നിവയുടെ പ്രകടനവുമായിരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവിടെ പോകാതെ മസ്ജിദിൽ പോയി ആഗോള ബയ്യത്ത് കാണാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ സങ്കല്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ലോകമെമ്പാടുമുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇത്രയും വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്
അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. इस कदर तेजी से क्यों फैल रही है. इसी तरह और बहुत सारे അതുപോലെ വേറെയും ധാരാളം പാദ്രിമാരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജമാഅത്തിൻ്റെ എല്ലാ വ്യക്തികളിലും ഈ ജൽസയുടെ നല്ല സ്വാധീനങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ എന്നും അതുപോലെ ആളുകൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകട്ടെ എന്നും യഥാർത്ഥ ഇസ്ലാമിലേക്കും അഹമ്മദത്തിലേക്കും അവരെ ആകർഷിക്കട്ടെ എന്നും ഞാൻ ദുആ ചെയ്യുന്നു. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.